ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സീഡ് ഐറ്റമാണ്. ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ചിയ സീഡ്. ഓക്കെ, നിങ്ങൾ ഡയറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഹെൽത്തിൽ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രൊഡക്റ്റാണിത്. ഞാൻ ഇപ്പോൾ ഒരു 6 മന്തോളായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. എനിക്കറിയില്ലായിരുന്നു ആക്ച്വലി ഇതെങ്ങനെയാണെന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ ഗുണങ്ങളൊന്നും. നമ്മളൊരു ഗ്ലാസ് എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു കപ്പ് എടുത്തിട്ട് അതിനകത്തൊരു കാഭാഗം വെള്ളമോ അല്ലെങ്കിൽ അരഭാഗം വെള്ളമോ ഇനി മുഴുവൻ വെള്ളം എടുത്തിട്ട് ഒരൊറ്റ സ്പൂൺ ചിയാ സീഡ് മാത്രം അതിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് സിമ്പിളായിട്ട് നമുക്കിതിനെ കഴിക്കാം. ഞാൻ ഈ ഒരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഞാൻ ഒരു കപ്പ് കംപ്ലീറ്റ് എടുക്കാറില്ല. എനിക്ക് അങ്ങനെ എടുത്ത് കഴിക്കാനുള്ള ഒരു താല്പര്യമൊന്നും ഇതിനോടില്ല. നിവൃത്തി കെട്ടിട്ട് കഴിക്കുക എന്ന് പറയില്ലേ, അതുപോലെ കഴിക്കുന്നതാണ്. കാരണം ഒരു പ്രത്യേക വികാരമില്ലാത്തൊരു ടേസ്റ്റാണ് ഇതിന്. ഒന്നുമില്ല, ഒരു പുളിയോ എരിവോ ഒന്നുമില്ല, ഒരു പ്രത്യേക സ്മെല്ലോ ഒന്നുമില്ല. അപ്പം നമ്മൾ അങ്ങനെയുള്ളൊരു സാധനം കഴിക്കാൻ നമുക്ക് പ്രത്യേകിച്ച് ഇഷ്ടമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പം കുറേ ഗുണങ്ങളുള്ളത് കൊണ്ടാണ് ഞാനിത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടിന്യൂസ് തന്നെ ഡെയിലി ഒന്നും ഇല്ല, ചിലപ്പോൾ ഒക്കെ വിട്ടുപോകും, മറന്നിട്ടില്ലെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും കഴിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഒരു കപ്പിൻ്റെ 1/4 ഭാഗം വെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് ഒരു സ്പൂൺ ചിയാ സീഡ്, കാരണം ഒരു മനുഷ്യന് ഒരു സ്പൂൺ ചിയാ സീഡ് മാത്രമേ ഒരു ദിവസം ആവശ്യമുള്ളൂ. അതിൽ കൂടുതൽ നമ്മൾ കഴിക്കരുത്. എന്താണെങ്കിലും ഓവറായിട്ട് കൊടുക്കുമ്പോൾ അത് ബോഡിയെ ബാധിക്കും മറ്റെന്തെങ്കിലും തരത്തിൽ. കാരണം ബാക്കിയൊക്കെ നമ്മൾ എന്തെങ്കിലും രീതിയിൽ ബോഡിയിൽ കണ്ടെത്തുമല്ലോ. അപ്പോൾ ഞാനിത് നമ്മളൊരു 4-5 മണിക്കൂർ വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഞാൻ ആക്ച്വലി ഒരു 20 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മളെ ചിയാ സീഡ് നമുക്ക് നന്നായിട്ട് സോക്കായിട്ടുണ്ട്. അപ്പം 4-5 മണിക്കൂറൊന്നും നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 20-25 മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങൾക്കത് നന്നായിട്ട് സോക്കാവും. നിങ്ങൾ എന്തെങ്കിലും കിച്ചണിലെ വർക്കോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു കപ്പ് എടുത്താൽ ഇച്ചിരി വെള്ളം എടുത്തിട്ട് മിക്സ് ചെയ്ത് വെക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ പണി തീരുമ്പോഴേക്കും ഇദ്ദേഹം സോക്കായിട്ടുണ്ടാവും. ഒരു കവളെടുത്ത് കുടിക്കാനേ ഉള്ളൂ. ഞാൻ ചെയ്ത പണിയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു കവളെടുത്ത് കുടിച്ച് ആ കാര്യം നടത്താം. വെറും വയറ്റിൽ കഴിക്കാനാണ് പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾക്ക് വെറും വയറ്റിൽ കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫുഡ് കംപ്ലീറ്റ് ആയതിനു ശേഷം നിങ്ങൾ കഴിക്കാതിരിക്കുക. അതായത് വയറ് നിറഞ്ഞിട്ട് കഴിക്കാതിരിക്കുക. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അത് കഴിക്കുക. ഇപ്പോൾ ഒരു 20-25 മിനിറ്റ് ആയപ്പോഴേക്കും ഈ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് അത് സോക്കായിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഒരു മെത്തേഡാണ്. പക്ഷേ നിങ്ങൾക്ക് വേറെയും കുറേ മെത്തേഡ് വഴി ഉപയോഗിക്കാവുന്നതാണ്. സ്മൂത്തി ആയിട്ട് ചെയ്യാം, എന്തെങ്കിലും ജ്യൂസ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ആഡ് ചെയ്യാം, സോക്ക് ചെയ്ത് വെച്ചിട്ട് ആഡ് ചെയ്യാം. അങ്ങനെ പലതരത്തിലും കഴിക്കാം കേട്ടോ. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. ഒരു വലിയ തലവേദന ഇല്ലാത്ത പരിപാടിയാണ് ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഒത്തിരി കണ്ടൻസ് ഉണ്ട്. ഫൈബർ കണ്ടൻറ്റ്, മിനറൽസ്, അതുപോലെ നിങ്ങൾക്ക് ഫോസ്ഫറസ്, മാഗ്നീഷ്യം, അത് നമ്മളെ ബോഡിയിൽ ആവശ്യമുള്ള ഒത്തിരി വൈറ്റമിൻസ് അടങ്ങിയിരിക്കുന്ന ഒരു സീഡാണ്. ഇത്തിരി കുഞ്ഞിനാണെങ്കിൽ പോലും ഇദ്ദേഹത്തിന് ഒത്തിരി കഴിവുകളുണ്ട്. അതുകൊണ്ടാണ് ഒഴിവാക്കാതെ ഞാൻ. പിന്നെ നമ്മുടെ ശരീരത്തിലെ അനാവശ്യമായിരിക്കുന്ന കൊഴുപ്പിനെ എരിയിച്ച് കളയുക എന്നൊക്കെ പറയില്ലേ, അതിനും ഭയങ്കര മിടുക്കാണ് ഇദ്ദേഹത്തിന്. അതുപോലെ ചെറിയ കുഞ്ഞുങ്ങൾക്കെന്നല്ല, നമുക്കും വലിയ ആളുകൾക്കും വയറ്റിന്ന് പോവായിക അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ഡയറ്റീഷ്യൻസ് അല്ലെങ്കിൽ ന്യൂട്രീഷ്യൻസ് ഒക്കെ റെഫർ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റും കൂടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചിയാ സീഡൊക്കെ വാങ്ങിച്ച് കഴിക്കൂ. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം. അപ്പോൾ ടാറ്റാ.